വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഓ, നീ മാത്രം ആരാധ്യൻ, നീ മാത്രം ഉന്നതൻ, നീ മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. ഇന്ന് പകൽ ഞങ്ങൾ ഹൃദയങ്ങൾ തുറന്നങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഞങ്ങളെ അങ്ങയുടെ തങ്ക ചിറകടിയിൽ ഇവിടുന്ന് കാത്തു പരിപാലിച്ചതിന് നന്ദി പറയുന്നു. അർഹതയില്ലാത്ത ദാനങ്ങളെ അളവില്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്ന നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. അതുകൊണ്ട് നാം ചേർന്ന് സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണ. ആത്മാവിൽ അതൊന്ന് കണ്ടുകൊണ്ട് പാടാൻ കഴിയുമോ? ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അത് ആ തേജസ്സേറിയ പൊന്മുഖത്തെ വിശ്വാസ കണ്ണുകളിൽ കണ്ടുകൊണ്ട് പതിനായിരങ്ങളിൽ സുന്ദരനായവനെ, ശ്രേഷ്ഠനായവനെ ഇന്ന് പകൽ ചേർന്ന കരങ്ങളെ ഒന്ന് ചേർന്നടിച്ച് പാടി ആത്മാവിൽ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. സങ്കേതം അവനെന്റെ രക്ഷകൻ, അവനെനിക്കുള്ളോ ബലമുള്ള ഗോപുരമാപത്തിൽ സങ്കേതം. അവന്റെ ചാരേ ഓടിയണഞ്ഞവർക്കാശ്വാസമാനുദിനവും. ഓ, അവന്റെ ചാരേ ഓടിയണഞ്ഞവർക്കാശ്വാസം. ആശ്വാസം പ്രാപിച്ചവരൊന്ന് ചേർന്ന് സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി. ആകൃത്യങ്ങൾ അകറ്റി എന്ന അശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി. ആ ദിവ്യ തേജസ്സിനഭി
നടത്തിയിടുന്നു. ചേർന്ന് പാടുമോ? ദിവ്യ തേജസ്സിനഭിഷേകത്താൽ എന്നെ ജയത്തോടെ, നമ്മെ ജയത്തോടെ നടത്തുന്നവനെ സ്തുതിച്ചുകൊണ്ട് സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ. അനുദിനം ഭാരങ്ങൾ അവർ ചുമന്നിടുന്നു, അനവധി നന്മകൾ അളവെന്നെ തരുന്നു. അനുദിന ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു, അനവധി നന്മകൾ അളവെന്നെ തരുന്നു. അവൻ എന്നുപനിധി അവസാനത്തോളവും കാക്കുവാൻ. ഇന്ന് പകല ധൈര്യമുള്ളവരൊന്ന് ചേർന്ന് പാടുമോ? ഓ, അവൻ എന്നുപനിധി അവസാനത്തോളവും കാക്കുവാൻ ശക്തനൽ. നമ്മെ കാക്കുന്നവനെ സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ഓ ഹല്ലേലൂയ. ദൂതർ സ്തുതിക്കുന്നവനെ, സെറാഫുകൾ ആരാധിക്കുന്നവനെ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ വീണ്ടെടുത്തവനെ, ഞങ്ങളുടെ പാപങ്ങളെ അകറ്റി ഞങ്ങളെ തന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചവനെ ഞങ്ങൾ അങ്ങേ ഉയർത്തുന്നു. ഞങ്ങൾ അങ്ങയുടെ നാമം ഉയർത്തുന്നു. ഓ ഹല്ലേലൂയ. ചേർന്ന് പാടുമോ? എതിരുകൾ വളരെ സഖികളിലധികം, വഴിയതിദൂരം ബഹുവിധ തടസ്സം. എതിരുകൾ വളരെ സഖികളിലധികം, വഴിയതിദൂരം. അവന്റെ മക്കളൊന്ന് ചേർന്ന് പാടിക്കേ. പരിഭ്രമിക്കുന്നില്ല മന്നവൻ യേശു എന്നഭയം. പേടിക്കാതെ, ഓ പരിഭ്രമിക്കുന്നില്ല മന്നവൻ യേശു എന്നഭയം. അതുകൊണ്ട് ചേർന്ന് സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാ. പ്രത്യാശയോടെ പാടുമോ? മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവൻ ഒന്നുണ്ട്. മരണത്തെ ജയിച്ചവൻ ഉയരത്തിൽ ഉണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. ആ വീട്ടിൽ എന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. സന്തോഷമുള്ളവരെന്ന് പാടിക്കേ. ആ വീട്ടിൽ എന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ഓ, ആ വീട്ടിൽ എന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ. 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 ഞാൻ വിചാരിക്കുന്നു ഒരുപക്ഷെ നാം ഈ ബലഹീനമായ ജഡശരീരങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക്
തുടർമാനമായി ദൈവത്തെ ആരാധിക്കാനോ പാടാനോ ഒന്നും കഴിയാത്തത്. ഒരുപക്ഷെ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ. പക്ഷെ നാം ഈ ബലഹീനമായ ജഡശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. പക്ഷേ പ്രിയ ദൈവമക്കളെ, ദൈവം നിർമ്മിച്ച സെറാഫുകളും ദൂതന്മാരും ഇപ്പോഴും ഈ നിമിഷവും ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം അത് വ്യക്തമായി വായിക്കുന്നു. സെറാഫുകൾ ഒരുവൻ മറ്റൊരുവനോട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധനായ ദൈവത്തിന്റെ തേജസ്സേറിയ മുഖം കണ്ട് കൊതി തീരാതെ ഇന്ന് പകലും ദൂതന്മാർ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിലേക്കാണ് വിൺശരീരമുള്ളവരായി ഞാനും നിങ്ങളും എടുക്കപ്പെടുവാൻ പോകുന്നത് എന്ന് ഇന്ന് പകൽ കേൾക്കുമ്പോൾ സന്തോഷമുള്ളവർ ചേർന്ന കർത്താവിനെ ഒന്ന് സ്തുതിച്ചാണ്. ജീസസ്, യെസ്, അതിനായി ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നമ്മെ ചേർപ്പാൻ അവൻ വാനമേഘത്തിൽ വരാൻ സമയമായി. ഇന്ന് പകൽ കർത്താവിന്റെ സന്നിധിയിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ എത്ര പേർ നമ്മെ തന്നെ ഒന്ന് പ്രബോധിപ്പിക്കും, നാം നമ്മോട് തന്നെ ഒന്ന് പ്രബോധിപ്പിക്കും, ഒരുങ്ങുക, അവന്റെ വരവിനായി ഒരുങ്ങുക. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ വിളക്കിൽ എണ്ണ കരുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് എത്ര പേർ തിരിച്ചറിയുന്നു? ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാം, വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയാം, ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കാം, പൊറുക്കേണ്ടവരോട് പൊറുക്കാം, മറക്കേണ്ടത് മറക്കാം. ഇന്ന് പകൽ ഉയരത്തിലുള്ളത് അന്വേഷിക്കാം, വിളക്കിൽ എണ്ണ കരുതാം, മണവാളനെ എതിരേൽപ്പാൻ മണവാട്ടി സഭയെ നമുക്കൊരുങ്ങാം. ഇനി നമുക്ക് അധിക സമയമില്ല. അവസാന നിമിഷത്തിൽ കൈവിടപ്പെട്ടു പോകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് തകർന്നു പോകാതിരിക്കുവാൻ, വീണു പോകാതിരിക്കുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. കർത്താവ് ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരു സ്തോത്രമേ പറഞ്ഞുള്ളെങ്കിലും അത് ഹൃദയത്തിൽ നിന്ന് അത് പറയുന്നുവെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നു. നാം വായിക്കുന്നത് പോലെ സ്തോത്രയാഗം അർപ്പിക്കുന്നവനെ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് തിരുവചനം പറയുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ അർപ്പിക്കുന്ന ഓരോ സ്തോത്രവും അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണ് എന്ന് തിരിച്ചറിയുന്നെങ്കിൽ ഇനി അല്പസമയത്തിന് അധരത്തിന് നിങ്ങൾ വിശ്രമം കൊടുക്കാതെ, നിങ്ങളുടെ വായിക്ക് വിശ്രമം കൊടുക്കാതെ അവന്റെ സ്തുതികൾ നിങ്ങളുടെ നാവിൽ നിറയട്ടെ, നിങ്ങളുടെ അധരങ്ങളിൽ നിറയട്ടെ. അവനോടുള്ള നന്ദി, ആരാധന നിങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ. ഓ അത്യുന്നതനായ ദൈവത്തെ ഒരിക്കൽ കൂടി ആരാധിപ്പാൻ സന്തോഷമുള്ളവരെല്ലാം അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, അത്യുന്നതനെ, മഹോന്നതനായവനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നാം ആരാധിക്കുന്ന ദൈവം, അവനെ പോലെ ഉന്നതനായവൻ വേറെ ആരുമില്ല, അവനെ പോലെ യോഗ്യനായവൻ വേറെ ആരുമില്ല. എന്നിട്ടും നമുക്ക് വേണ്ടി സ്വർഗ മഹിമകളെ വെടിഞ്ഞ് നമ്മുടെ പാപ പരിഹാരങ്ങൾക്കായി ഇറങ്ങി വന്നവൻ, കാൽവറിയിൽ നമുക്കായി മരിച്ചവൻ, തകർക്കപ്പെട്ടവൻ, മൂന്നാം നാൾ നമുക്കായി ഉയർത്തെഴുന്നേറ്റവൻ, അവൻ ഇന്നു പകൽ പിതാവിന്റെ വലതുഭാഗത്ത് അത്യുന്നതനായി, ശ്രേഷ്ഠനായി, മഹോന്നതനായി ഇന്നും നമുക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുവാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നമ്മെ സ്നേഹിക്കുവാൻ, നമ്മുടെ ആരാധനകളെ സ്വീകരിപ്പാൻ അവൻ ഇന്നു പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. Come on, shall we praise him? Shall we worship him? This is our privilege. ഇത് നമ്മുടെ ഭാഗ്യമാണ്. ഇത്ര വലിയവനായ ഒരു ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത് നമ്മുടെ ഭാഗ്യമാണ്. Oh Jesus, we worship. Shabanare, come on,
അങ്ങയുടെ സ്നേഹം അത് മാധുര്യമുള്ളതാണ്. ലോകത്തിന്റെ സ്നേഹം അത് നൈമിഷികമാണ്, അത് നിലനിൽക്കുന്നതല്ല. അത് ഞങ്ങളിൽ നിന്ന് മറ്റെന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സ്നേഹമാണ്. എന്നാൽ ഞങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സ്നേഹിച്ച വലിയ സ്നേഹമോർത്ത് ഇന്ന് പകൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അതിന് അയോഗ്യരായിരുന്നിട്ടും ഞങ്ങളെ യോഗ്യരാക്കി തീർത്ത യേശുവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തും. അങ്ങയുടെ സ്നേഹത്തിന് നന്ദിയപ്പ. We love you, Jesus. വചനം പറയുന്നു, ക്രൂശിന്റെ വചനം അത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും അത് വിശ്വസിക്കുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. ചരിത്രത്തിന്റെ നടുവിൽ നിൽക്കുന്ന ക്രൂശ് എന്ന സത്യത്തെ ഇന്നു പകൽ വിശ്വസിക്കുമെങ്കിൽ, ക്രൂശിൽ നമ്മെ ജയാളികളാക്കി തീർത്ത ആ ദൈവിക രക്ഷക പദ്ധതിയിൽ ഇന്നു പകൽ വിശ്വസിക്കുന്നെങ്കിൽ സന്തോഷത്തോടെ നന്ദിയോടെ ദൈവത്തെ ഒന്ന് പാടിക്കേ. വാക്കുകളില്ല. ആരോഗ്യവും പണവും എല്ലാം ഉള്ളപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് ഒരുപാട് സ്നേഹിതരുണ്ടാവും. അത് തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണ്.
എന്നാൽ ഈ ലോകത്തിൽ കാണാൻ കഴിയാത്തൊരു സ്നേഹമുണ്ട്. എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല, ഞാനേകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല, എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല, ഞാനേകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഓ യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ, യേശുവേ യേശു എന്റെ ആരെല്ലാം മാറിയാലും അവൻ മറക്കില്ല. ഓ യേശു എന്റെ പ്രാണപ്രിയൻ. അതുകൊണ്ട് സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. ഇന്ന് പകൽ അവൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. സുഖമുള്ള കാലത്തും ഞാൻ കഷ്ടകാലങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. യേശു പറയുന്നു, നിന്റെ കഷ്ടതയിൽ ഞാൻ നിന്നെ വിട്ട് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്കെന്ത് സംഭവിക്കുമെന്ന് കാണുവാൻ മാറി നിന്ന് നിന്നെ നോക്കുന്ന മനുഷ്യനല്ല ഞാൻ, മറിച്ച് നിന്റെ കഷ്ടതയിൽ നിന്നോട് ഏറ്റവും അടുത്തിരുന്ന് നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിനക്ക് തുണയായി മാറുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ തലോടുന്ന ആ യേശുവിന്റെ സ്നേഹം, അവന്റെ വിശ്വസ്തത അനുഭവിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ അല്പസമയം നന്ദിയോടൊന്ന് കർത്താവിനെ സ്തുതിച്ച് മിണ്ടാതിരിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കരുത്. ആ യേശുവിന്റെ സ്നേഹമോർത്ത് നന്ദി പറഞ്ഞ്, ആ നിർവ്യാജ സ്നേഹത്തിനൊന്ന് നന്ദി പറഞ്ഞ്, എന്റെ സ്നേഹിതൻ യേശു എന്റെ പ്രാണപ്രിയൻ, യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ. ഇന്ന് പകൽ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു, യേശുവുമായുള്ള നമ്മുടെ ബന്ധം അധികം ദൃഢമാകട്ടെ, അധികം ആഴമുള്ളതാകട്ടെ. കേവലം നമ്മുടെ പരിചയങ്ങൾക്കൊക്കെ അപ്പുറത്ത്, ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ പരിചയങ്ങൾക്കൊക്കെ അപ്പുറത്ത് ആഴത്തിൽ വേർപിരിക്കാനാകാത്ത പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഈ ലോകത്തിലുള്ളതിനോ വരുവാനുള്ളതിനോ ഒന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കാൻ കഴിയില്ല. അത്രത്തോളം യേശുവുമായി ഒരടുപ്പം ആഗ്രഹിക്കുന്നവർ, നിന്റെ നന്മയ്ക്കോ ആ നന്മയുടെ അസാന്നിധ്യത്തിനോ ആ നന്മയുടെ നഷ്ടത്തിനോ നിന്റെ യേശുവിൽ നിന്നും മാറ്റാൻ കഴിയില്ല. നിന്റെ ജീവിതത്തിലെ ആരോഗ്യത്തിനോ അതോ നിന്റെ ജീവിതത്തിലെ കഷ്ടതയ്ക്കോ
സാഹചര്യം എന്തുമാകട്ടെ, പരസ്പര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല എന്ന് എത്ര പേർക്ക് ആത്മാവിൽ പറയാൻ കഴിയും? പ്ലീസ്, ഈ ലോകത്തിൽ ലഭിക്കാത്ത ചിലതിന്റെ പേരിൽ പിറുപിറുത്ത് പിന്മാറരുതേ സഹോദര സഹോദരി. ഈ ലോകമല്ല നിനക്കവൻ വെച്ചിരിക്കുന്നത്. ഉയരത്തിൽ നിനക്കൊരു ഭവനമുണ്ട്. അളവുനൂലെനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നെന്ന് ഭക്തൻ പറയുന്നത് പോലെ നമുക്കായി അവനൊരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. ഈ ലോകം നമുക്കുള്ളതല്ല. ഇവിടെ നിലനിൽക്കുന്ന നഗരം നമുക്കില്ല. നമുക്ക് ഉയരത്തിൽ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അതിനായി ആത്മാവിൽ അതിനായി ഒരുങ്ങുന്നവർ, അതിനെ ഉള്ളത്തിൽ കൊണ്ടു നടക്കുന്നവർ, അതിനെ ഓർക്കുമ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ആ നല്ല ദൈവത്തെ നാം ഒരിക്കൽ കൂടി സ്തുതിക്കുവാൻ പോവുകയാണ്. ആ കർത്താവിന്റെ സ്നേഹത്തിന് നാം ഒരിക്കൽ കൂടി നന്ദി പറയാൻ പോവുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീസസ് അവനാദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിൻ ഉറവിടമേ, അവനാദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിൻ ഉറവിടമേ. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നതനാ. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. പറയുമോ? എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. നിങ്ങളുടെ അത്ഭുതം ആരംഭിക്കുന്നത് യേശു മതിയായവനെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ്. എൻ്റെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും യേശു മതിയായവനെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ്. മരിച്ച് 4 ദിവസം കല്ലറയിൽ ഇരിക്കുന്ന ലാസറിനെയും ഉയർപ്പിച്ച ഒരു യേശുവാണ് ഇന്ന് പകൽ ഞാനും നിങ്ങളും ആരാധിക്കുന്നു എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ, സമയം കഴിഞ്ഞതിനെയും നിന്റെ മുമ്പിൽ പുതിയതാക്കി നിന്റെ മുമ്പിൽ നിർത്തുവാൻ എൻ്റെ കർത്താവിന് കഴിയും. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ദൈവത്തിന് ഒരിക്കൽ കൂടി മഹത്വം കൊടുത്ത് ആ ദൈവത്തിന്റെ വിശ്വസ്തതയോർത്തൊന്ന് പാടിക്കേ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ
മതിയായവൻ. ആ കരങ്ങളെ ഒന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ ഈ പാടിയ പാട്ടിന്റെ കോറസില് നമ്മൾ ഇങ്ങനെ പാടിയത്, മനമേ യേശു മതിയായവൻ. മനമേ യേശു മതിയായവൻ എന്ന് പറയുന്നത് നമ്മൾ മറ്റാരെയും ഉത്സാഹിപ്പിക്കുകയല്ല, നമ്മൾ നമ്മോട് തന്നെ പറയുക. അവരവരുടെ പേര് പറഞ്ഞിട്ടൊന്ന് പറഞ്ഞേ, എന്റെ പേര് പറഞ്ഞു ഞാൻ പറയുക, ഇമ്മാനുവേലെ യേശു മതിയായവനാ. സഹോദര, യേശു മതിയായവനാ. അവരവരുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, നിനക്ക് യേശു മതി, യേശു മതിയായവനാണ്. നിന്റെ സകല ചോദ്യങ്ങളുടെ ഉത്തരം യേശുവിലുണ്ട്. നാളുകളായുള്ള നിന്റെ പ്രതിസന്ധികൾക്ക് യേശുവിൽ പരിഹാരമുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറം ഇന്ന് പകൽ ഞാനും നിങ്ങളും പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന എന്നാണെന്ന് അറിയാമോ? സ്വസ്ഥത. ഒരാമേൻ പറയാമോ? ആ വാക്കിനൊരാമേൻ പറയാമോ? പണം സ്വസ്ഥത തരത്തില്ലെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളിലെ നിറഞ്ഞു നിൽക്കുന്ന ആത്മഹത്യകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, പണം സ്വസ്ഥത തരത്തില്ലെന്ന്. പ്രതാപങ്ങൾ നിങ്ങൾക്ക് സ്വസ്ഥത തരത്തില്ല. കൂടെ കുറെ പേരൊക്കെ ഉണ്ടെന്നുള്ള ആ വിശ്വാസമുണ്ടല്ലോ, അത് സ്വസ്ഥത തരത്തില്ല. നിന്റെ ഹൃദയത്തിന് സമാധാനം നൽകുവാൻ സമാധാനത്തിന്റെ പ്രഭുവായ യേശു നിന്റെ ഹൃദയത്തിൽ വന്നാൽ മാത്രമേ ആ സമാധാനം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പാടിയതുപോലെ ഈ മരുഭൂയാത്ര കഠിനമാണ്. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ അനുനിമിഷവും നമ്മുടെ ജീവിത പടകിന് നേരെ അടിച്ചുയരുകയാണ്. എന്നാൽ അതിനു നടുവിലും എന്നെ വിളിച്ചവൻ വിശ്വസ്തനെന്നും നാം അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞത് അരുമനാഥനാണെന്നുമുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ പോരാഞ്ഞിട്ട് എന്റെ ജീവിത പടകിന്റെ അമരത്ത് എന്റെ അരുമനാഥൻ ഉണ്ട് എന്ന് ഇന്ന് പകൽ വിശ്വസിക്കാനും അത് അനുഭവിക്കാനും കഴിയുന്നെങ്കിൽ, ഈ ക്രിസ്തീയ ജീവിത പടകിൽ അരുമനാഥന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നെങ്കിൽ, do not worry, പരിഭ്രമിക്കരുത്. വിളിച്ചവൻ വിശ്വസ്തൻ. അക്കരെ നാട്ടിൽ നിങ്ങളെ എത്തിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. അങ്ങനെയെങ്കിൽ എത്ര പേർ പറയും, മനമേ യേശു മതിയായവൻ? കേവലം ചെറിയൊരു വാചകമായിട്ട് തോന്നിയാലും നിങ്ങൾ ആ ഉരുവിടുന്ന വാചകത്തിന് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ആശ്വാസം, സമാധാനം നിങ്ങൾ അനുഭവിച്ചു തുടങ്ങും യേശു മതിയായവൻ എന്ന് പറയുമ്പോൾ. കമോൺ, അവിടെ നിങ്ങളുടെ ജീവിതത്തിലെ പരാതികൾ അവസാനിക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പരിഭവങ്ങൾ അവിടെ അവസാനിക്കുകയാണ്. കാരണം യേശു മതിയായവൻ, ഞാൻ എൻ്റെ യേശുവിൽ സംതൃപ്തനാണ് എന്ന് നിങ്ങൾ പറയുകയാണ്. അതുകൊണ്ടല്ലേ ഭക്തൻ പറയുന്നു, ഞാൻ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാൻ, അവന്റെ സന്നിധിയിൽ ധ്യാനിപ്പാൻ. Jesus, we love you. Oh Jesus, എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക, എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്ക, മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്ക. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്ക, മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്ക. നിന്നെ സപ്പോർട്ട് ചെയ്യാൻ, നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, നിന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ, നിന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ ആരുമില്ലെന്ന് ഓർത്ത് ഭാരപ്പെടരുത്. ഇന്ന് പകൽ ആത്മാവിൽ നിന്നോട് തന്നെ നീ ഒന്ന് പറഞ്ഞേ, ഓ എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക,
സ്വസ്ഥമായിരിക്കാൻ എൻ മനമേ നീ സ്വസ്ഥമായിരിക്കാൻ. ഓ എൻ മനമേ നീ. അവനിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും കുലുങ്ങി പോകത്തില്ലെന്ന് തിരുവചനം പറയുന്നു. തിരുവചനം വിശ്വസിക്കാമോ ഇന്ന് പകൽ? അവനിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും കുലുങ്ങി പോകയില്ലെന്ന് പറയുന്നു. അവർക്കെതിരെ കൊടുങ്കാറ്റടിച്ചാലും അവർക്കെതിരെ തിരമാല ഉയർന്നാലും അവർ ഒരു നാളും കുലുങ്ങി പോകയില്ലെന്ന് തിരുവചനം പറയുന്നു. ക്രിസ്തു എന്ന പാറമേൽ ഇന്ന് പകൽ ഞാനും നിങ്ങളും ഉറച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഒന്ന് പാടിക്കേ. ഓ എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക. വേറൊന്നിനാലും ഞാൻ സ്വസ്ഥമാകില്ല. യേശുവിൽ മാത്രം ഞാൻ സ്വസ്ഥമായിടും. മറ്റൊന്നിനാലും ഞാൻ സ്വസ്ഥമാകില്ല. Come on. യേശുവിൽ മാത്രം ഞാൻ തിരിച്ചറിഞ്ഞവരൊന്ന് പാടുമോ എന്നോട് ചേർന്ന്? വേറൊന്നിനാലും ഞാൻ സ്വസ്ഥമാകില്ല. യേശുവിൽ മാത്രം, യേശുവിൽ മാത്രം ഞാൻ സ്വസ്ഥമായിടും. ഓ മറ്റൊന്നിനാലും ഞാൻ സ്വസ്ഥമാകില്ല. യേശുവിൽ മാത്രം, യേശുവിൽ മാത്രം ഞാൻ സ്വസ്ഥമായിടും. ഓ എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക. എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക. ഓ എൻ മനമേ, ഓ എൻ മനമേ. Oh, we welcome you, the Prince of Peace. En maname ni swastamai. We welcome you into our lives. En maname ni swastamai. സമാധാനത്തിന്റെ പ്രഭുവിനെ ഇന്ന് പകൽ ജീവിതത്തിലേക്കൊന്ന് സ്വാഗതം ചെയ്തുകൊണ്ട്, സമാധാനത്തിന്റെ പ്രഭുവായ യേശു കർത്താവിനെ ഒന്ന് സ്വാഗതം ചെയ്തുകൊണ്ട്, ആശങ്കകൾ മാറട്ടെ ഇന്ന് പകൽ, പരിഭ്രമങ്ങൾ മാറട്ടെ, നാളെയെ കുറിച്ചുള്ള വ്യാകുലതകൾ മാറട്ടെ. എന്റെ ഭാവി എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഭദ്രമാണെന്നുള്ള വിശ്വാസം ഇന്ന് പകൽ നിന്നെ ഭരിക്കട്ടെ. റുഖമാന ശബ്ദനേ. ഓ എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക. എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക. എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക. ഓ എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക. കൂരിരുൾ പാതയിൽ, കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്ക. മരണത്തിൻ താഴ്വരയിൽ, മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്ക. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്ക. മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്ക. എൻ മനമേ, എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക. ഓ എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക. കൂരിരുൾ പാതയിൽ, കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്ക. മരണത്തിൻ താഴ്വരയിൽ, മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്ക. എൻ മനമേ, എൻ മനമേ സ്വസ്ഥമായി. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തും. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തും. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കും. തിരുനാമം നിമിത്തം എന്നെ നീതി കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുമല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. എന്റെ
എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയും. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആത്മാവിൽ അതിനെ ഏറ്റെടുത്തുകൊണ്ട് ഈ വചനങ്ങളെ എന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് റിസീവ് ചെയ്തുകൊണ്ട് ഇന്ന് പകൽ നമ്മോട് കൂടെ ഇരിക്കട്ടെ. ആശ്വാസപ്രദന്റെ സാന്നിധ്യം ഇന്ന് മുതൽ നമ്മോട് കൂടെ ഇരിക്കട്ടെ. കൂരിരുൾ പാതയിൽ, മരണത്തിന്റെ താഴ്വരയിൽ നമ്മെ കൈവിടാതെ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം ഇന്ന് പകലും എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ മരണക്കിടക്കയിൽ നിന്ന് നിന്നെ ജീവനിലേക്ക് കൈപിടിച്ച് കയറ്റുന്ന ദൈവിക സാന്നിധ്യം ഇന്ന് പകൽ അനുഭവിച്ചു കൊടുക്കുമോ? താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം. മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം. മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം. Thank you, Jesus. 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 കരങ്ങളെ ഉയർത്തി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. നമുക്കൊരു കാര്യം, ഒരു വചനം പറയുന്നു, പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രന്റെ അടുത്ത് വരാൻ കഴിയത്തില്ല. ഇന്ന് പകലിലും ഈ ലൈവിന്റെ മുന്നിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോഴും ഹൃദയം തുറന്നു പറയാൻ കഴിയും, യേശു എന്നെ കൊണ്ടുവന്നത് കൊണ്ട്. ആ നല്ല കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നന്ദി യേശുവേ. ഹൃദയം തുറന്നൊന്ന് പറയാമോ, നന്ദി കർത്താവേ. നമ്മുടെ ഹൃദയത്തെ കാണുന്നൊരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഓഹോ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അവസ്ഥകളെ കാണുന്നൊരു നല്ല കർത്താവ്. ഓ, എൻ്റെ ഹൃദയത്തെ തൂക്കി നോക്കുന്നൊരു നല്ല കർത്താവ്. അങ്ങനെയാണെങ്കിൽ അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, അവൻ ചെയ്ത ഉപകാരങ്ങളെ ഇന്നും പകലിലും മറന്നു കളയാതെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തകരുമെന്ന് ലോകം വിധി എഴുതിയ സ്ഥാനത്ത് അവസാനിക്കുമെന്ന് പലരും നിന്നെ നോക്കി പറഞ്ഞപ്പോഴും ഉന്നം വെച്ച വൈരികളുടെ നടുവിൽ തകർന്നു പോകാതെ ഇന്നും പകലിലും അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിച്ച വിധങ്ങളെ ഓർത്ത് ഹൃദയം തുറന്ന് ഹല്ലേലൂയ, we worship you Lord. Oh Jesus, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ,
പറയാം. എൻ്റെ യേശു, എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. അങ്ങനെയാണെങ്കിൽ ഈ നിമിഷം വരെ എന്നെ നടത്തിയ കർത്താവിന്റെ സന്തോഷത്തോടെ ആ നല്ല കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഹല്ലേലൂയ, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവൻ. ഓ, ഹൃദയം തുറന്ന് ഹല്ലേലൂയ, നന്ദി കർത്താവേ. പണം ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, നിമിഷം വരെയും ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നുമെന്നും മതിയ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകലിൽ ചേർന്ന് പാടാം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, യേശുവേ ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ്, എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ്, ആകാശത്തിൻ കിളിവാതിൽ തുറന്ന്, എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ്, ആകാശത്തിൻ കിളിവാതിൽ തുറന്ന്, എല്ലാം സമൃദ്ധിയ നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ല. ആ കരുതൽ ഇന്ന് പകൽ അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ? എല്ലാം സമൃദ്ധിയ നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ല. ചേർന്ന് പാടാം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, യേശുവേ ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായി. തീർന്നില്ല. രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ, ശോകവേളയിൽ ആശ്വാസകൻ, രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ,
ശോകവേളയിൽ ഹൃദയം തുറന്ന് പാടാൻ കഴിയുമോ? കൊടുവെയിലതിൽ തണൽ, ഓ കൊടുവെയിലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ. കൊടുവെയിലതിൽ തണലുമവൻ. എൻ്റെ ഒരിക്കൽ കൂടെ നീ രോഗിയായിട്ടിരുന്നപ്പോ നിന്നെ കൈവിടാത്ത ദൈവത്തെ രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ. ശോകവേളയിൽ ആശ്വാസകൻ. രോഗശയ്യയിൽ സമാധാനമില്ലാതെ ഭവനത്തിലായിരുന്നപ്പോ, ആരും ആശ്വസിപ്പാനില്ലാതിരുന്നപ്പോ നിനക്ക് ആശ്വാസമായി ഇറങ്ങി വന്ന നല്ല കർത്താവിനെ ഒന്ന് ഹൃദയം തുറന്ന്, ഓ കൊടുവെയിലതിൽ തണലുമവൻ. യേശു എത്ര നല്ലവൻ. കൊടുവെയിലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര. അവസാനിച്ചില്ല കേട്ടോ. ഒരു നാൾ കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല. ഇല്ല, പ്രശ്നത്തിന്റെ നടുവിൽ അവൻ ഉപേക്ഷിക്കത്തില്ല. ഓ, നിന്റെ പ്രതികൂല നിമിഷത്തിന്റെ നടുവിൽ അവൻ കൈവിടത്തില്ല. ഇന്ന് പകൽ ഹൃദയം തുറന്ന് ഒരു നാളും മറക്കത്തില്ല. ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര അവൻ വിശ്വസ്തനായതുകൊണ്ട് ഒരു നാളും മറക്കുകയില്ല. പ്രിയമുള്ളവരെ, എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. ഈ നിമിഷം വരെയും എന്നെ കൈവിടാത്ത നല്ല കർത്താവിനെ ഒരു നാളും കൈവിടില്ല. ഒരു നാളും കൈവിടില്ല. ഒരു നാളും. ഇന്ന് പകൽ ഈ ലൈവിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോ, ഓ, ആരെങ്കിലും നിന്നെ കൈവിട്ടെന്ന് നീ പറയുന്നെങ്കിൽ ഇന്ന് പകലും യേശു നിന്നെ കൈവിടത്തില്ല. പലരും എന്നെ മറന്നു നീ പറയുന്നുണ്ടെങ്കിൽ യേശു നിന്നെ മറക്കത്തില്ല. കാരണം അവൻ വിശ്വസ്തനാണ്. അവൻ എന്നെ ഒരു നാൾ കൈവിടാത്ത ദൈവമാണ്. ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു മനോവേദനയാ നിറഞ്ഞ് മനോഭാരത്താലഞ്ഞ് മനോവേദനയാ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ എൻ്റെ യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ എൻ്റെ യേശു എത്ര നല്ല. ഒന്ന് പകലിൽ ഹൃദയം തുറന്ന് ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി സ്നേഹത്തോടെ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ. എൻ്റെ
എൻ്റെ യേശു വന്നിടുമ്പോൾ, എൻ്റെ യേശു വന്നിടുമ്പോ തിരുമാർവോ തടഞ്ഞിടും ഞാൻ. എൻ്റെ യേശു വന്നിടുമ്പോ തിരുമാർവോ തടഞ്ഞിടും ഞാൻ. പോയപ്പോ താൻ വേഗം വരും, എൻ്റെ യേശു എത്ര നല്ലവൻ. പ്രത്യാശയോടെ പോയപ്പോ താൻ വേഗം വരും, എൻ്റെ യേശു എത്ര. അങ്ങനെയാണെങ്കിൽ ഹൃദയം തുറന്ന് യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായ. ഹൃദയം തുറന്ന് യേശു 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 ആരിലും വലിയവൻ. യേശു യേശു. ഇന്ന് പകലിൽ ഹൃദയം തുറന്നു. ഓ, എന്റെ പ്രശ്നമല്ല വലുത്, എന്റെ വിഷയമല്ല വലുത്. ഓ യേശു 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 ആരിലും. ഇന്ന് പകലിൽ എല്ലാ ഭാരങ്ങളും മാറട്ടെ, എല്ലാ നിരാശകളും ഇന്ന് പകൽ മാറട്ടെ, എല്ലാ ആകുലതകളും ഇന്ന് പകൽ മാറട്ടെ. ഓ, എല്ലാ നാമത്തിനു മേലായ നാമത്തെ യേശുവായി. ഹൃദയം തുറന്നൊരിക്കൽ കൂടെ യേശുവേ യേശു യേശു. ഹൃദയം തുറന്ന് വിളിച്ചാട്ടെ. ഇന്ന് പകലിൽ ഈ വിളിയുടെ മുന്നിൽ അവർ നിൽക്കുന്ന ദൈവമാണ്. ഓ, ഈ വിളിയുടെ മുന്നിൽ, ഈ ശബ്ദത്തിന്റെ മുന്നിൽ അവർ നിൽക്കുന്ന ദൈവമാണ്. ഓ രമശരമൗശപ്രമനഗധരേ യേശുവായിലും മതിയായവൻ. ഓ, വളരെ തിരക്കിന്റെ നടുവിൽ ഇവരുടെ ഉച്ചത്തിൽ നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ. വചനം വായിക്കും നമുക്ക് കാണാൻ കഴിയുന്നു. ആ വിളി കേട്ടിട്ട് കേൾക്കാതെ പോയൊരു ദൈവത്തെ അല്ല ഇന്ന് പകൽ ഞാനും നിങ്ങളും വിളിക്കുന്നത്. ആ വിളി കേട്ടിട്ടും ശ്രദ്ധിക്കാതെ പോയൊരു ദൈവത്തെ അല്ല ഇന്ന് പകൽ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അവന്റെ വിളിയുടെ മുന്നിൽ നിന്നൊരു കർത്താവ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നിന്റെ ഭവനത്തിനകത്തിരുന്ന് ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിക്കുമ്പോ, ഓ ഹല്ലേലൂയ, നിന്റെ വിളി കേൾക്കുന്നൊരു ദൈവം, നിന്റെ വിളിയുടെ മുന്നിൽ നിൽക്കുന്നൊരു ദൈവം ഇന്ന് പകൽ ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ യേശു 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 ആരിലും വലിയവൻ. യേശു 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 മതിയായവൻ. നിന്റെ വിളി കേൾക്കുന്ന ദൈവം, അവൻ ആരിലും മതിയായവൻ. ഓഹോ, ഹൃദയം തുറന്ന് ഏത് സമയം നിനക്ക് വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മുഖത്തേക്ക് ഇന്ന് പകലെന്ന് നോക്കാൻ കഴിയോ? വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അങ്ങനെയാണെങ്കിൽ നീ വിളിക്കുന്ന ദൈവത്തെ നീ നോക്കിയാൽ നിന്റെ മുഖം ലജ്ജിക്കത്തില്ല. അവൻ നിന്നെ ലജ്ജിപ്പിക്കത്തില്ല, അവൻ നിന്നെ ലജ്ജിപ്പിക്കത്തില്ല, അവൻ നിന്നെ തള്ളിക്കളയത്തില്ല, അവൻ നിന്നെ മറക്കത്തില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നീ വിളിക്കുന്നത് വെറുതെ അല്ല, നീ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അവൻ നിന്നെ മറക്കാത്ത ദൈവം യേശു. യേശു 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 ആരിലും മതിയാ
മതിയായവൻ യേശു ആരിലും മതിയായവൻ. ഇന്ന് പകലിലും ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവജനം ആ നല്ല കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി, ഓ ജീസസ് ഹല്ലേലൂയ. നിന്റെ ആശ്രയം യേശു ആണെങ്കിൽ നീ തകർന്നു പോകത്തില്ല. ഓ, നിന്റെ സഹായം യേശു ആണെങ്കിൽ നീ തകർന്നു പോകത്തില്ല. മനുഷ്യരിൽ ആശ്രയിച്ചാൽ നീ തകരാൻ സാധ്യതകളുണ്ട്. പ്രഭുക്കന്മാരിൽ ആശ്രയിച്ചാൽ ഒരുപക്ഷെ നീ തകരാൻ അനവധി സാഹചര്യങ്ങളുണ്ട്. കുതിരകളിൽ ആശ്രയിച്ചാലും നിനക്ക് രക്ഷയില്ല. എന്നാൽ ഇന്ന് പകൽ നിന്റെ ആശ്രയം യേശു ആണെങ്കിൽ, ഓ നിന്റെ സഹായം യേശു ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ആ നല്ല മുഖത്തേക്ക് നോക്കി, ഓ ജീസസ് ഹല്ലേലൂയ. ഉറ്റവർ സ്നേഹം അറ്റുപോയാലും ഏറ്റം പ്രിയർ വിട്ടു മാറിയാലും, ഉറ്റവർ സ്നേഹം അറ്റുപോയാലും ഏറ്റം പ്രിയർ വിട്ടു മാറിയാലും, മാറ്റമില്ലാത്തതാ മിത്രം നീ മാത്രം, മറ്റാരുമില്ല പ്രാണപ്രിയ. മാറ്റമില്ലാത്തതാ മിത്രം നീ മാത്രം, മറ്റാരുമില്ല പ്രാണപ്രിയ. അവനിൽ ആശ്രയിക്കുന്നവരുണ്ടോ? എന്നേശുനാഥനെ എന്നാസ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. എന്നേശുനാഥനെ എന്നാസ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. ആരും സഹായം ഇല്ലാതെ പാരിൽ ഭാരം നിരാശയാ നീറും നേരം, ആരും സഹായം ഇല്ലാതെ പാരിൽ ഭാരം നിരാശയാ നീറും നേരം, കൈത്താങ്ങലേകുവാ കണ്ണുനീർത്തുടപ്പാ കർത്താവേ നീയല്ല ആരുമില്ല. കൈത്താങ്ങലേകുവാ കണ്ണുനീർത്തുടപ്പാ കർത്താവേ നീയല്ല. ഇത് പാടാൻ കഴിയും. എന്നേശുനാഥനേ എന്നേശുനാഥനെ എന്നാശ നീയേ, എന്നാളും നന്നിൽ നീ മതിയേ. എന്നേശുനാഥനെ എന്നാശ നീയേ, എന്നാളും നന്നിൽ നീ മതിയേ. പാട്ടുകാരൻ ഇങ്ങനെ പാടിയേ, ഉറ്റവരുടെ സ്നേഹം അറ്റുപോകും, ഏറ്റവും പ്രിയർ നമ്മളെ വിട്ടു മാറിപ്പോകും. പക്ഷെ നമ്മൾ ആദ്യം പാടിയതുപോലെ അവിടെയും നമ്മളെ മറക്കാത്ത, അവിടെയും നമ്മളെ തള്ളിക്കളയാത്ത, അവിടെയും നമ്മളെ ഉപേക്ഷിക്കാത്ത, ഇന്ന് പകലിലും ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും യേശു നിന്നെ തള്ളിക്കളയത്തില്ല.
ആമേൻ. ഈ യേശു നിന്നെ മാറ്റി നിർത്തത്തില്ല. ഈ കർത്താവ് നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഈ ദൈവം നിന്നെ മറക്കത്തില്ല. ആരും സഹായം ഇല്ലാതെ പാരിൽ ഭാരം നിരാശയിൽ നീറും നേരം, ആരും സഹായം ഇല്ലാതെ പാരിൽ ഭാരം നിരാശയാ നീറും നേരം, കൈത്താങ്ങലേകുവാ കണ്ണുനീർത്തൂടപ്പാ കർത്താവേ നീയല്ല ആരുമില്ല. ആ മുഖത്തേക്ക് നോക്കി ഇന്ന് പകലൊന്ന് പറയാൻ കഴിയോ? ഓ കൈത്താങ്ങലേകുവാ കണ്ണുനീർത്തൂടപ്പാ കർത്താവേ നീയല്ല. തീർന്നില്ല. ഒരിക്കൽ കൂടെ ഉറ്റവർ സ്നേഹം, ഉറ്റവർ സ്നേഹം അറ്റുപോയാലും ഏറ്റവും പ്രിയർ വിട്ടു മാറിയാലും, ഉറ്റവർ സ്നേഹം അറ്റുപോയാലും ഏറ്റവും പ്രിയർ വിട്ടു മാറിയാലും, മാറ്റമില്ലാത്തതാ മിത്രം നീ മാത്രം, മറ്റാരുമില്ല പ്രാണപ്രിയ. മാറ്റമില്ലാത്തതാ മിത്രം നീ മാത്രം, ആരുമില്ല പ്രാണപ്രിയ. അവനിൽ ആശ്രയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ യേശുനാഥനെ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. സ്നേഹത്തോടൊന്ന് പാടാമോ? എന്റെ യേശുനാഥനെ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ.